ഫ്യൂച്ചർ ബീറ്റ്സ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പഠിക്കാൻ പോകുന്ന നോഡ് ജേസിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് മിഡിൽ വെയർ. നമ്മൾ നോഡ് ജേസിൻ്റെ എല്ലാ പ്രൊജക്റ്റിലും ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ് മിഡിൽ വെയർ. അത് നിങ്ങൾക്ക് പലർക്കും ക്ലിയർ ആയിട്ട് അണ്ടർസ്റ്റാൻഡ് ആവാത്തൊരു ടോപ്പിക്കാണ് ഈ മിഡിൽ വെയർ. ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് അതിൻ്റെ എല്ലാ ഡൗട്ടും ഞാൻ തീർത്ത് തരുന്നതാണ്. അതുപോലെ തന്നെ ഈ വീഡിയോയിൽ ഞാൻ ടാർഗറ്റ് ചെയ്തേക്കുന്നത് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് 50 കമൻറ്റും 50 ലൈക്കുമാണ്. അത് നിങ്ങൾ തരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കുറേ മെത്തേഡ്സും കാര്യങ്ങളൊക്കെ പഠിച്ചല്ലോ. അപ്പോൾ അതിൻ്റെതാണ് ഈ ഒരു കോഡ്. നമുക്ക് എന്ത് ചെയ്യാം, ഇത് നമുക്കതങ്ങ് റിമൂവ് ചെയ്ത് കളയാം. ഓക്കെ, ഞാൻ ഇവിടെ വെറും സ്ലാഷ് അത് മാത്രമേ ഇട്ടിട്ടുള്ളൂ. ഓക്കെ, ഞാൻ സ്ലാഷ് ആപ്പ് എന്നാക്കി ഒരു മെസ്സേജ് പോകണം ഗെറ്റ് മെത്തേഡിൽ വിളിക്കുമ്പം. അപ്പം നമുക്കിവിടെ എന്താണ് കുറച്ച് ഉപയോഗങ്ങൾ എഴുതാം. ഒന്ന്, നമുക്ക് എന്ത് ചെയ്യണം, ഒരു വെബിൻ്റെ അകത്ത് നമുക്ക് കുറച്ച് കാര്യങ്ങൾ യൂസറിനെ കാണണം. ഒന്ന്, ആ വെബ്സൈറ്റിലെ ആ ബാക്കിൻ്റെ സെർവറിലോട്ട് എത്ര റിക്വസ്റ്റ് അല്ലെങ്കിൽ എത്ര പേര് റിക്വസ്റ്റ് അയക്കുന്നുണ്ട് പെർ ടൈമിൽ അല്ലെങ്കിൽ പെർ ഡേയിൽ എന്നുള്ളതൊരു യൂസറിന് കാണണം. അതുപോലെ തന്നെ അല്ലെങ്കിൽ നമ്മൾ ഈ ബാക്കിൻ്റെ സെർവറിലോട്ട് യൂസറിന് ഇപ്പം ഏതൊക്കെ മെത്തേഡിൽ ഏതൊക്കെ ടൈമിൽ യൂസേഴ്സ് റിക്വസ്റ്റ് അയക്കുന്നുണ്ടെന്ന് കാണണം. അങ്ങനെ കുറച്ച് ഉപയോഗങ്ങളുണ്ട്. നിങ്ങൾക്ക് മനസ്സിലായെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്ത് കാണിക്കാം. അതായത് ഓരോ റിക്വസ്റ്റ് വരുമ്പം അതിൻ്റെ കൂടെ തന്നെ ഒരു ഫംഗ്ഷനും കൂടെ റണ്ണായി ചില ഡാറ്റാസ് നമ്മൾ ഡാറ്റാ ബേസിൽ സ്റ്റോർ ചെയ്യും. എക്സാമ്പിൾ കേസ് ഞാനിവിടെ ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യാണ്. എന്താണ് റിക്വസ്റ്റ് കൗണ്ടർ, റിക്വസ്റ്റ് റെസ്പോൺസ്, നെക്സ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്നെഴുതിയിട്ട് ഞാൻ എന്ത് ചെയ്യണം, ഒരു ലോഗ് ചെയ്യാണ്. ഓക്കെ, റിക്വസ്റ്റ് കൗണ്ടർ എന്ന് കൊടുത്തു. എന്നിട്ട് നെക്സ്റ്റ് കൊടുത്തു. അപ്പോൾ ഇതൊരു ഫംഗ്ഷനാണ്. ഇവിടെ നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് നോർമലി നമ്മൾ എന്ത് ചെയ്യും, ഡാറ്റാ ബേസ് ഉപയോഗിക്കും. അതായത് നമ്മൾ ഓരോ വട്ടവും യൂസർ റിക്വസ്റ്റ് അയക്കുമ്പം ഡാറ്റാ ബേസിൽ നമ്മൾ എന്ത് ചെയ്യും, ആ കൗണ്ടർ ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്ത്, ഇപ്പോൾ അതിൻ്റെ അകത്ത് കൗണ്ട് എന്ന് പറയുന്ന ആ ഒരു സെക്ഷൻ്റെ അകത്ത് നമ്മൾ എന്ത് ചെയ്യും, ഓരോ വട്ടവും ഇങ്ങനെ കൂട്ടി കൊണ്ടുവന്നുകൊണ്ടിരിക്കും ഡാറ്റാ ബേസിൽ. ഇപ്പം അതിനുള്ള ഫംഗ്ഷനാണ് റിക്വസ്റ്റ് കൗണ്ടഡ് എന്ന് ഞാൻ ഇപ്പോൾ കൊടുത്തേക്കുന്ന. ഓക്കെ, ആ നിങ്ങളെ ലോജിക്ക് മനസ്സിലാകുന്നത്. ഇപ്പോൾ നമ്മൾ ഈ ഒരു സെർവറിലോട്ട് എപ്പോൾ റിക്വസ്റ്റ് വന്നാലും ആ റിക്വസ്റ്റ് ഡാറ്റാ ബേസിൽ കൗണ്ട് ആയിട്ട് മാത്രമേ ആ ഒരു API റിക്വസ്റ്റ് കംപ്ലീറ്റ് ആവാവൂ. അപ്പോൾ ഇത് റൺ ആവണമെങ്കിൽ എന്ത് ചെയ്യണം, ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞ app.use എന്ന് പറയുന്ന app.useൻ്റെ അകത്ത് നമ്മൾ വെക്കുന്ന ഒരു ഫംഗ്ഷൻ നമ്മളെ ബ്രൗസറിൽ എപ്പോഴൊക്കെ റിക്വസ്റ്റ് വരുമോ അപ്പോൾ എല്ലാം ആ ഫംഗ്ഷൻ റണ്ണാവും. ഓക്കെ, ഞാൻ ഇവിടെ വരുന്നു, ഇവിടെ സ്ലാഷ് ഞാൻ ആപ്പ് എന്നാക്കുന്നു. അതിനിപ്പോൾ സെർവർ നമുക്ക് റൺ ചെയ്യണം. അപ്പം ഞാൻ ഇവിടെ നോഡ് മോണെന്ന് വിളിച്ചു, സെർവർ റണ്ണായിട്ടുണ്ട്. ഞാൻ റിക്വസ്റ്റ് അയച്ച്, ഓക്കെ, എനിക്ക് റെസ്പോൺസ് വന്ന്. അപ്പോൾ ഇവിടെ നമുക്ക് എന്താണ് കൺസോൾ കാണിച്ച് റിക്വസ്റ്റ് കൗണ്ടഡ് എന്ന്. ഞാൻ വീണ്ടും റിക്വസ്റ്റ് അയച്ചു, വീണ്ടും കാണിച്ചു റിക്വസ്റ്റ് കൗണ്ടഡ് എന്ന്. ഞാൻ ഓരോ വട്ടവും ഏത് റിക്വസ്റ്റ് അയച്ചാലും ഞാനിപ്പം ഇതിൻ്റെ അകത്തുള്ള ഇപ്പം ഞാൻ ഗെറ്റ് ആപ്പ് എന്ന് കൊടുത്ത് കഴിഞ്ഞാൽ അടുത്ത ഗെറ്റ് യൂസർ എന്ന് കൊടുക്കുകയാണ്. ഞാൻ അവിടെ ഗെറ്റ് യൂസർ എന്ന് കൊടുത്ത് ഞാൻ അവിടെ റിക്വസ്റ്റ് അയച്ചു. എന്ത് ചെയ്തു, റിക്വസ്റ്റ് വേണം. അതായത് നമ്മൾ ഇതിലോട്ട് എന്ത് റിക്വസ്റ്റ് വരുമ്പോഴും ഒരു ഫംഗ്ഷൻ റണ്ണാവണം. ഇത് മിഡിൽ വെയർ ആണ്. അതായത് ഒരു റിക്വസ്റ്റ് വരുമ്പോൾ ഇതിൻ്റെ ഇടയിൽ നിന്ന് റിക്വസ്റ്റ് വരുന്നു, അതിനിടയിൽ റണ്ണാവുന്ന ഫംഗ്ഷൻ, അത് കഴിഞ്ഞ് കംപ്ലീറ്റ് ആവുന്ന ഫംഗ്ഷൻ ഇതാണ്. അപ്പോൾ റിക്വസ്റ്റ് വരുമ്പോൾ ഈ ഫംഗ്ഷൻ റണ്ണായി നമുക്ക് എന്താണ് എത്ര യൂസേഴ്സ് അല്ലെങ്കിൽ കൗണ്ട് നമ്മൾ കൃത്യമായിട്ട് ഡാറ്റാ ബേസിൽ അപ്ഡേറ്റ് ചെയ്യും. നമ്മൾ എന്തായാലും വരുന്ന വീഡിയോയിൽ ഡാറ്റാ ബേസ് നമ്മൾ MongoDB ആയിരിക്കും ഉപയോഗിക്കുന്ന. MongoDBയുടെ ക്ലൗഡ് ആയിരിക്കും. നിങ്ങൾ പഴയ വീഡിയോയിലൊക്കെ MongoDB എന്താണ് നമ്മൾ ലോക്കലി ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കുന്നത് കണ്ടിട്ടുള്ളൂ. നിലവിൽ ഇന്നിപ്പോൾ എല്ലാവരും ചെയ്യുന്ന മെത്തേഡ് MongoDB ക്ലൗഡാണ് ഉപയോഗിക്കുന്നത്. MongoDB ക്ലൗഡിലായിരിക്കും നമ്മൾ ഈ ഡാറ്റ സ്റ്റോർ ചെയ്യുകയും കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പോൾ ആ ടൈമിൽ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഇപ്പോൾ നമ്മളൊരു ഒബ്ജക്റ്റ് ആയിരിക്കും ബിൽഡ് ചെയ്യുന്നത്. ഇപ്പോൾ എന്താണ് ലെറ്റിൻ്റെ അകത്ത് ന്യൂ കൗണ്ടർ
ന്യൂ കൗണ്ടർ എന്നും പറഞ്ഞ് നമ്മൾ എന്താണ് ഒരു ഒബ്ജക്റ്റ് ഉണ്ടാക്കിയിട്ട് അതിലിപ്പോൾ ഡേറ്റ് എന്താണ് നമ്മൾ ഡേറ്റ് കൊടുത്ത് അത് ഡേറ്റ് ഇപ്പം അത് നമ്മൾ വേറെ മെത്തേഡുണ്ട് ഫങ്ഷൻസ് ഉണ്ട്. എന്നിട്ട് കൗണ്ടെന്ന് കൊടുത്ത് ആ കൗണ്ടും കാര്യങ്ങളും നമ്മളിപ്പോൾ കൊടുക്കും. അങ്ങനെ ആയിരിക്കും നമ്മൾ ഡാറ്റാബേസ് ഒബ്ജക്റ്റ് പോലെ ആയിരിക്കും ഈ ഡാറ്റ നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് ഒരു ഉപയോഗം മനസ്സിലായി. നമ്മൾ ഈ ഒരു മിഡിൽ വെയർ നമ്മളിവിടെ നെക്സ്റ്റ് ഈ ഫംഗ്ഷൻ വളരെ ഇമ്പോർട്ടൻറ്റ്. പലർക്കും ഡൗട്ട് എടുക്കാൻ നെക്സ്റ്റ് ഫംഗ്ഷൻ നമ്മൾ വിളിച്ചു കൊടുത്തില്ലെങ്കിൽ എന്ത് ചെയ്യത്തില്ല, ഈ മിഡിൽ വെയർ റണ്ണായി കഴിഞ്ഞ് ആ റിക്വസ്റ്റ് കംപ്ലീറ്റ് ആവത്തില്ല. ഈ മിഡിൽ വെയർ റണ്ണായി കഴിഞ്ഞ് നമ്മളിപ്പോൾ /app/user-ലോട്ടോ റിക്വസ്റ്റ് പോകണമെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ നെക്സ്റ്റ് ഫംഗ്ഷൻ കോൾ ചെയ്യണം. ഞാൻ എല്ലാം എന്നുണ്ടെങ്കിൽ കാണിച്ചു തരാം. ഓക്കെ, റിക്വസ്റ്റ് പോയി ഇങ്ങനെ തന്നെ നിൽക്കും. അതുകൊണ്ട് ഇവിടെ റിക്വസ്റ്റ് കൗണ്ടഡ്. ഈ നെക്സ്റ്റ് ഫംഗ്ഷൻ വർക്കായാലേ ആ റിക്വസ്റ്റ് ഇപ്പം ഏത് ആപ്പിലോട്ടാണോ യൂസറിലോട്ടാണോ നോക്കി അവിടെ തൊട്ട് ആ റിക്വസ്റ്റിൻ്റെ ആ ഒരു ഫംഗ്ഷൻ പോയി റണ്ണായി റെസ്പോൺസ് വന്നാലല്ലേ, റെസ്പോൺസ് വരാതെ നമ്മൾ ഈ റിക്വസ്റ്റ് ക്ലോസ് ആവത്തില്ല. അപ്പം ഈ നെക്സ്റ്റ് ഒരു മിഡിൽ വെയർ ക്രിയേറ്റ് ചെയ്യുമ്പം കൂടെ അത് കംപ്ലീറ്റ് ആവുന്ന സമയത്ത് നെക്സ്റ്റ് ഫംഗ്ഷൻ കോൾ അയക്കണം. എങ്കിൽ മാത്രമേ നമുക്കുള്ള ഈ റിക്വസ്റ്റ് കംപ്ലീറ്റ് ആവത്തുള്ളൂ. അല്ലെങ്കിൽ ഇങ്ങനെ എന്താണ് ലോഡ് ആയിക്കൊണ്ട് നിൽക്കത്തേ ഉള്ളൂ. ഞാൻ ഇപ്പോൾ ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. അപ്പം ഞാനിവിടെ നെക്സ്റ്റ് വീണ്ടും എന്താണ് കമൻറ്റ് ചെയ്തേക്കണം മാറ്റുമ്പോൾ എന്താണ് ഞാൻ ഇനി റൺ ചെയ്യുമ്പം എനിക്ക് ആ റെസ്പോൺസ് കിട്ടും. റിക്വസ്റ്റ് കൗണ്ട് നമ്മളെ ഡാറ്റാബേസിൽ അപ്ഡേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഓരോ യൂസ് കേസ് ഞാൻ പറഞ്ഞത് നമ്മൾ ഡാറ്റാബേസിൽ ലോഗുകളായിട്ട് നമ്മൾ ഓരോ റിക്വസ്റ്റ്, ഡേറ്റ്, മെത്തേഡ് ഇങ്ങനെ നമ്മൾ ഡാറ്റാബേസിൽ സ്റ്റോർ ചെയ്യും. എന്താണ് അതൊക്കെ ഒരു ഡെവലപ്പർക്ക് ആ ഓരോ ടൈമിലുള്ള ആ ഒരു ഡാറ്റാബേസിൻ്റെ വർക്കിംഗ് മനസ്സിലാക്കാനായിട്ട്. ഇതിപ്പോൾ നമ്മൾ ഡാറ്റാബേസിലോട്ടുള്ള കൗണ്ട് നമ്മൾ എടുക്കുന്നതാണ് റിക്വസ്റ്റിൻ്റെ കൗണ്ട്. വേറൊരു കാര്യം നമുക്ക് എടുക്കുക, സിമ്പിളാണ്, ഇവിടെ തന്നെ കൊടുക്കാവുന്നതേ ഉള്ളൂ. ബാക്ക് ടിക്ക് ഇടുക. അത് കഴിഞ്ഞ് ഞാൻ ഒരു അറേ പോലത്തെ അതിടുകയാണ്. അതിൻ്റെ അകത്ത് ഞാൻ ഇവിടെ എഴുതുകയാണ് $ഇട്ട് അതിൻ്റെ അകത്ത് ന്യൂ ഡേറ്റ് കോൾ ചെയ്തിട്ട് ന്യൂ ഡേറ്റ് കോൾ ചെയ്ത് ടു ISO സ്ട്രിങ് എന്നും പറഞ്ഞ് ഞാൻ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആ ഡേറ്റ് കൃത്യം ഡേറ്റ് കിട്ടുന്നതിന്. അത് കഴിഞ്ഞ് ഞാൻ ഒരു $ഇട്ടിട്ട് ആ ടെംപ്ലേറ്റ് ലിറ്റർ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. റിക്വസ്റ്റ് ഡോട്ട് ഏത് മെത്തേഡാണ് യൂസർ യൂസ് ചെയ്തത്, ഓക്കെ, റിക്വസ്റ്റ് മെത്തേഡ് ഞാനിവിടെ കൊടുത്തു. അത് കഴിഞ്ഞ് അടുത്ത ഞാനിവിടെ കൊടുക്കുന്ന റിക്വസ്റ്റ് ഡോട്ട് URL. ഓക്കെ, ഇത്രയും ഞാനിവിടെ കൊടുത്ത് നമുക്കിനി നോക്കാം റിക്വസ്റ്റ് ചെയ്യുമ്പോൾ എന്താണ് വരുന്നത്. ഞാൻ ഇപ്പോൾ റിക്വസ്റ്റ് ചെയ്തു വന്നു. ഓക്കെ, ഞാൻ ഇവിടെ ഒരു ഫംഗ്ഷൻ ഒന്ന് കോൾ ചെയ്യട്ടെ. നമ്മളുടെ ഇത് ടു iOS സ്ട്രീം എന്നുള്ളൊരു ഫംഗ്ഷനാണ്. ഞാൻ ഒന്ന് കോൾ ചെയ്തിട്ടുണ്ട്. എന്താണ് ഇവിടെ, ഓക്കെ, ഞാൻ റിക്വസ്റ്റ് കൊടുത്തു. കണ്ട ആ ഡേറ്റ് കൃത്യമായിട്ടുള്ള നമുക്കുള്ള ഡേറ്റും അതിൻ്റെ അകത്ത് ഗെറ്റ് മെത്തേഡിൽ /userനെയാണ് വിളിച്ചത്. നമുക്ക് ഇതുപോലെ നമുക്ക് ഡാറ്റ ഓരോ റിക്വസ്റ്റ് വരുമ്പോൾ ഞാൻ ഇവിടെ /user മാറ്റി ഞാനിവിടെ നമ്മളെന്താണ് ആപ്പ് എന്നാണോ കൊടുത്തേ, ഞാൻ ആപ്പ് എന്ന് വിളിക്കുമ്പം അതും അതുപോലെ എന്ത് ചെയ്യും, ഇവിടെ ലോഗാവും. ഇത് നമ്മൾ എന്താ ഇവിടെ ലോഗ് ചെയ്യുന്നതിന് വേണ്ടിയല്ല ഉപയോഗിക്കുന്നത്, ഡാറ്റാ ബേസിൽ സ്റ്റോർ ചെയ്യുന്നതിനാണ്. ആ ഡെവലപ്പർക്കും മറ്റും എന്താണ് ഇതിൻ്റെ റിയൽ ടൈം ആയിട്ടുള്ള ഇതിൻ്റെ വർക്കിംഗ്, ഇതിനകത്തോടെ വന്ന റിക്വസ്റ്റിനും കാര്യങ്ങൾ കാണണമെങ്കിൽ ഈ വരുന്ന ഡാറ്റ നമ്മൾ ഡാറ്റാ ബേസിൽ സ്റ്റോർ ചെയ്യണം. അപ്പോൾ ഇതുപോലെ നമ്മൾ റിക്വസ്റ്റ് റണ്ണാവുന്ന ടൈമിൽ നമുക്കൊരു ഫംഗ്ഷൻ റണ്ണായി നമുക്ക് ചില ഡാറ്റാസ് സ്റ്റോർ ചെയ്യണം, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ റൺ ചെയ്യണം ഓരോ റിക്വസ്റ്റ് പോകുമ്പോഴും. അപ്പോൾ ആ കാര്യങ്ങൾ നമുക്ക് ചെയ്യുന്നതിനാണ് മിഡിൽ വെയർ. ഇത് ഒരു തരത്തിലുള്ള മിഡിൽ വെയർ, അത് സെർവർ റണ്ണാവുമ്പം എല്ലാ റിക്വസ്റ്റിലും ബാധിക്കുന്ന മിഡിൽ വെയർ. ഈ മിഡിൽ വെയറിൻ്റെ പ്രത്യേകത ഏത് റിക്വസ്റ്റ് വന്നാലും ഈ മിഡിൽ വെയർ റണ്ണാവും. ഏത് റിക്വസ്റ്റ് വന്നാലും ഈ മിഡിൽ വെയർ റണ്ണാവുന്നതാണ്. നമുക്കിനി ഇപ്പോൾ ഓരോ റൂട്ട് ഉണ്ടല്ലോ, /app/user, ഇനി ഓരോ റൂട്ടിനനുസരിച്ച് സ്പെസിഫിക് റൂട്ടിന് നമുക്ക് മിഡിൽ വെയർ സെറ്റപ്പ് ചെയ്യാം. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഇത് നമുക്കിപ്പോൾ ആവശ്യമില്ല, നമ്മളിപ്പോൾ മെയിനായിട്ടുള്ള റൺ ചെയ്യുന്നത്. ഞാനിവിടെ ലൈക്ക് എക്സാമ്പിൾ കേസ് ഇപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒതൻറ്റിക്കേഷനെ ഉപയോഗിക്കാൻ പറ്റും. അത് ഈ യൂസർ ലോഗിൻഡ് ആണോ നമുക്ക് നോക്കണ്ടേ. അതിന് വേണ്ടി ലോഗിൻ മിഡിൽ വെയർ എന്ന് ഞാൻ കൊടുക്കുകയാണ്. ലോഗിൻ മിഡിൽ വെയർ എന്ന് ഞാനിപ്പോൾ ഈ ഒരു ഫംഗ്ഷന് പേര് കൊടുത്തു. എന്നിട്ട് ഞാൻ ഇവിടെ ഒരു കാര്യം പറയാണ്,
ട്രൈ ക്യാച്ചൊക്കെ അതൊരു സ്ട്രക്ചർ നമ്മൾ കൊടുക്കുന്നതാണ്, കാരണം എറർ വരാതിരിക്കാൻ. ഇപ്പം നമ്മൾ സാമ്പിൾ കേസിൽ ഉപയോഗിക്കുന്നത് ട്രൈ ക്യാച്ചിൻ്റെ അകത്ത് ഞാൻ ഇവിടെ പറയുകയാണ്, ഓക്കെ, നിലവിൽ നമ്മൾ ഹെഡർ വഴിയാണ് ഈ ടോക്കണും കാര്യങ്ങളൊക്കെ എന്താണ് പാസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ കുക്കി ആയിട്ടാണ്. ഇവിടെ ഞാനിപ്പം നിലവിൽ ഞാനൊരു എക്സാമ്പിൾ കേസിന് വേണ്ടിയാണ്, ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ മെത്തേഡിൽ ഉപയോഗിക്കുന്ന കുക്കി, നാളത്തെ വീഡിയോയിൽ ഞാൻ കുക്കി എന്താണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പലർക്കും അത് കൃത്യമായിട്ട് മനസ്സിലാവാത്തതുകൊണ്ട് പലരും എന്താണ്, നിങ്ങളിപ്പോൾ ഡെവലപ്പർ ബിഗിനേഴ്സ് ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞ കാര്യമില്ല, പക്ഷേ ചിലർ ഈ കുക്കി കൃത്യമായിട്ട് മനസ്സിലാക്കാത്തതുകൊണ്ട് അവർ വെബ് ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളതാണ്, പലരും അവർ മെയിനായിട്ടുള്ള ചില കോൺഫിഡൻഷ്യൽ ഡാറ്റാസ് ഉണ്ട് നമ്മൾ വെബിൻ്റെ അകത്ത്, യൂസറിൻ്റെ ടോക്കൺ തുടങ്ങിയ കാര്യങ്ങൾ, അതൊക്കെ ഒരു ലോക്കൽ സ്റ്റോറേജ് സ്റ്റോർ ചെയ്യും. ഈ കുക്കീസിനെ കൃത്യമായിട്ട് ഉപയോഗിക്കാൻ അറിഞ്ഞുകൂടാത്തതുകൊണ്ട് ലോക്കൽ സ്റ്റോറേജ് സ്റ്റോർ ചെയ്യുന്ന ടോക്കൺസൊക്കെ എപ്പോൾ വേണോ ഹാക്കേഴ്സിന് സുഖമായിട്ട് എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ കുക്കീസ് എന്താണെന്നുള്ള നാളത്തെ വീഡിയോ പഠിക്കും. കുക്കീസിനെയാണ് നമ്മൾ നോർമലി ഇവിടെ എടുക്കുന്ന. ഞാൻ ഇന്ന് എക്സാമ്പിൾ കേസിന് നമ്മൾ ബോഡീൻ്റെ അകത്ത് യൂസർ പാസ് ചെയ്യുന്ന ഡാറ്റയാണ് ഞാൻ ഇവിടെ എടുക്കുന്നത്. അപ്പം /പോസ്റ്റ് മെത്തേഡ്, അപ്പം ഞാൻ ഇവിടെ നമ്മൾ ചെക്ക് ചെയ്യുന്നത് റോൾ മിഡിൽ വെയർ ആണ്. അതായത് ഈ യൂസർ പാസ് ചെയ്യുന്ന റോളിൽ എന്താണ്, റോളിലാണോ ഈ മിഡിൽ വെയർ ആക്സസ് കൊടുക്കുന്നത് അതിപ്പം പറഞ്ഞുതരാം. ഇതിപ്പം /admin എന്നാണ് ഇതിൻ്റെ ഈ ഒരു മിഡിൽ വെയർ. അപ്പോൾ ഈ അഡ്മിൻ മിഡിൽ വെയറിൽ ഒരു യൂസർക്ക് കയറത്തില്ല. അപ്പം ഞാൻ ഇവിടെ ചെക്ക് ചെയ്യുന്നത് ഇവിടെ ലെറ്റ് റോൾ അസൈൻ റിക്വസ്റ്റ് ഡോട്ട് ബോഡി ഡോട്ട്, ഞാൻ റോളെന്ന് കൊടുത്തു. ഇപ്പോൾ ബോഡിയിൽ നമ്മൾ പാസ് ചെയ്യുന്ന ഡാറ്റ റോളാണ്. ഇഫ് എന്താണ് ഞാൻ ഇവിടെ പാസ് ചെയ്യുന്നത് റോൾ എന്താണ് അഡ്മിൻ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, നെക്സ്റ്റ്, അപ്പം തന്നെ ആ റിക്വസ്റ്റ് കംപ്ലീറ്റ് ആണ്. അതായത് ഈ നെക്സ്റ്റ് നമ്മൾ കൊടുക്കുന്ന സമയത്ത് ഇവിടെ ഈ ഇഫ് കണ്ടീഷൻ കറക്റ്റ് ആവുമ്പം എന്താണ് നേരെ ഈ ഒരു പോസ്റ്റ് റിക്വസ്റ്റിലോട്ടങ്ങ് വരികയാണ്. ഈ നെക്സ്റ്റ് കൊടുത്തില്ലെങ്കിൽ ഇവിടെ തന്നെ സ്റ്റക്കായി നിൽക്കും. നെക്സ്റ്റ് കൊടുത്ത് ആ വിളിച്ച റിക്വസ്റ്റിലോട്ട് നേരെ അങ്ങ് പാസ് ചെയ്യണം. അല്ല എൽസ് കേസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് പറയണം, നമ്മൾ കഴിഞ്ഞതിനിപ്പോൾ സ്റ്റാറ്റസ് കോഡൊക്കെ പഠിച്ചതാണ്, റിട്ടേൺ റെസ്പോൺസ് ഡോട്ട് സ്റ്റാറ്റസ് 401 എന്താണ് ആക്സസ് 403 ആക്സസ് ഡിനൈഡ് ആണ്. ഓക്കെ, ഇത് ടോക്കൺ പ്രൊവൈഡ് ചെയ്തിട്ടില്ല, നമ്മൾ ടോക്കൺ വാങ്ങുന്നില്ലല്ലോ, ആക്സസ് മാത്രമേ. നമ്മൾ 401 കൊടുക്കുമ്പോൾ ടോക്കൺ വാങ്ങും, അതുകൊണ്ടാണ് ഇവിടെ കൊടുത്തു പോയത്. 403 കൊടുത്ത്, അതായത് എന്താണ് അതിൻ്റെ ഉദ്ദേശം പറഞ്ഞ് ആക്സസ് കൊടുത്തിട്ടില്ല. അവിടെ ടോക്കൺ യൂസർ ടോക്കൺ പാസ് ഉണ്ടെങ്കിൽ നമ്മൾ കുക്കീസിൻ്റെ അകത്ത് ടോക്കൺ സ്റ്റോർ ചെയ്യണം. അപ്പോൾ നമ്മളത് സ്റ്റോർ ചെയ്യാത്തതുകൊണ്ട് ഇവിടെ ആക്സസ് ഡിനൈഡ് ആയത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ 403 ആണ് നമ്മൾ റെസ്പോൺസ് കൊടുക്കുന്നത്. അതായത് ഈ ഒരു റോളിലോട്ട് യൂസർക്ക് ആക്സസ് ഇല്ല. അപ്പോൾ എന്താണ് ജേസൺ മെസ്സേജ്, അതിൻ്റെ അകത്ത് ഞാൻ പറയണേ ആക്സസ് ഡിനൈഡ് ടു യൂസർക്ക് ഇതിലോട്ട് ആക്സസ് ഡിനൈഡ് ചെയ്തിട്ടുണ്ടെന്നുള്ള മെസ്സേജ് പോവുകയാണ്. ക്യാച്ചിൻ്റെ അകത്ത് നമുക്ക് എന്ത് ചെയ്യാം, റെസ്പോൺസ് ഡോട്ട് സ്റ്റാറ്റസ് പെൻഡ് ഇൻ കേസ് സെർവർ ക്രാഷ് ആവുകയാണെന്നുണ്ടെങ്കിൽ 500ൻ്റെ അകത്ത് ഞാൻ എന്താണ് സെർവർ ക്രാഷ് ആയെന്നല്ല അതിനർത്ഥം. ഞാൻ ഇവിടെ മെസ്സേജ് കൊടുക്കുകയാണ്, എന്താണ് ഇൻറ്റേർണൽ സെർവർ എറർ. ഓക്കെ, അപ്പോൾ ഈ മിഡിൽ വെയർ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് ലോജിക്ക് മനസ്സിലാക്കാവുന്നതാണ്. അതായത് ഈ മിഡിൽ വെയറിൻ്റെ അകത്ത് യൂസർ റിക്വസ്റ്റ് അയക്കുമ്പോൾ നമുക്ക് എങ്ങനെ ഇവിടെ എന്ത് ഡാറ്റ കിട്ടും അതെല്ലാം ഇവിടെയും കിട്ടും. അപ്പോൾ ഞാൻ ചെക്ക് ചെയ്യണം റിക്വസ്റ്റ് ഡോട്ട് ബോഡീൻ്റെ അകത്ത് നിന്ന് റോൾ, അതായത് ബോഡി ഒരു ഒബ്ജക്റ്റ് അല്ലേ വരുന്നത്, ആ ഒബ്ജക്റ്റിൻ്റെ അകത്ത് നിന്ന് റോളിനെ സെലക്ട് ചെയ്തിട്ട് ഞാൻ ചെക്ക് ചെയ്യണേ റോൾ അഡ്മിൻ ആണെന്നുണ്ടെങ്കിൽ ഓക്കെ ആ ഒരു ഫംഗ്ഷനിലോട്ട് പോവുക. അല്ല എന്നുണ്ടെങ്കിൽ യൂസർക്ക് ഒരു മെസ്സേജ് അയക്കുക, സ്റ്റാറ്റസ് കോഡ് 403ൻ്റെ അകത്ത് നിങ്ങൾ ആക്സസ് യൂസർക്ക് ഡിനൈഡ് ചെയ്തിട്ടുണ്ട്, എന്താണ് ഇതിനിടയ്ക്ക് സെർവർ ക്രാഷ് ആവുക എന്തെങ്കിലും ചെയ്താൽ നേരെ മെസ്സേജ് പോവുക സെർവർ ക്രാഷ് ആയി എന്നുള്ളത്. അപ്പോൾ ഇതെങ്ങനെ റൺ ചെയ്യിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ നമ്മൾ എന്ത് ചെയ്യുക,
ഈ ഒരു ഇവിടെ കൊണ്ടുവന്നിട്ട് ഇവിടെ അങ്ങ് അത് പേസ്റ്റ് ചെയ്യുക. അതായത് ഈ പോസ്റ്റിൻ്റെ അകത്ത് നമ്മൾ എന്ത് ചെയ്യുക, /admin കഴിഞ്ഞ് ഞാൻ ഇടയ്ക്ക് ഇതിലെ മിഡിൽ വെയർ എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ് ഈ മിഡിൽ ഒരു റിക്വസ്റ്റിൻ്റെ മിഡിൽ റണ്ണായി അതിൻ്റെ വർക്ക് ആവുന്ന ഒരു സാധനമാണ് മിഡിൽ വെയർ. അപ്പോൾ അതിലോട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ വരെയാണ്. ഓക്കെ, ഞാൻ ഇവിടെ വന്നിട്ട് നമുക്ക് റോൾ ഇല്ലാതൊന്ന് പാസ് ചെയ്ത് നോക്കാം. /user അതിൻ്റെ അകത്ത് പോസ്റ്റ് മെത്തേഡ് പോസ്റ്റ് മെത്തേഡ് അല്ലല്ലോ. ഓക്കെ, /adminലാണല്ലേ പോസ്റ്റ് മെത്തേഡ് അഡ്മിൻ ആണല്ലോ. അപ്പം ഞാൻ അവിടെ സെൻഡ് റിക്വസ്റ്റ് അയച്ചു. സെർവർ റണ്ണിങ് സ്റ്റാറ്റസ് ട്രൂ, കാരണം റോൾ ഇവിടെ അഡ്മിനാണ്. അത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സെറ്റപ്പ് ചെയ്ത സമയത്ത് ഞാൻ അവിടെ റോളില്ല. സെൻഡ് ചെയ്യണേ ആക്സസ് ഡിനൈഡ് ടു യൂസർ. അതായത് നമ്മൾ റോള് പാസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കലി പറയും ഇത് യൂസർക്ക് ആക്സസ് അതിൻ്റെ അകത്തില്ല. ഞാൻ ഇവിടെ റോള് യൂസർ എന്ന് പാസ് ചെയ്താൽ എന്ത് പറയും, ആക്സസ് ഡിനൈഡ് ആണെന്നുള്ള. ഞാനിവിടെ അഡ്മിൻ എന്നുള്ള ഒരു റോളിന് മാത്രമേ എന്ത് ചെയ്യൂ, ആ ഒരു റിക്വസ്റ്റിൽ ആക്സസ് കിട്ടും. നമ്മൾ ബാക്കി ഒരു കാര്യവും നമ്മൾ നോക്കണ്ട. നമുക്ക് എന്ത് ചെയ്യണം, ഈ റോളാണ് ഇപ്പം നമ്മൾ ഇതിൻ്റെ അകത്ത് കുറച്ച് ഇതുപോലെ തന്നെ 2-3 പാത്തുണ്ട്. ഓർഡർ അതുപോലെ തന്നെ പ്രോഡക്റ്റ്. അപ്പം അങ്ങനെ കുറച്ച് പാത്ത്, ഈ 3 പാത്ത് എന്തിനാണ്, അഡ്മിന് മാത്രം ആക്സസ് ഉള്ള പാത്ത്. അപ്പം ഇങ്ങനത്തെ ഉള്ള പാത്തിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ എല്ലാ സമയവും ഇവിടെ വന്ന് നമ്മളൊരു ഇഫ് കണ്ടീഷൻ എഴുതേണ്ട ആവശ്യമില്ല. നമ്മൾ ആ ഒരു ഫംഗ്ഷൻ ഇവിടെ സെൻറ്ററിൽ അങ്ങ് വിളിച്ചു കൊടുത്താൽ മതി. ആ ഒരു മിഡിൽ വെയർ അത് ഓട്ടോമാറ്റിക്കലി ചെക്ക് ചെയ്തിട്ട് ആ പ്രോപ്പർ വർക്കിംഗ് ആണെന്നുണ്ടോ, അത് കുഴപ്പമില്ലെന്നുണ്ടെങ്കിൽ നേരെ നെക്സ്റ്റ് വിളിച്ച് നമ്മൾ ഈ ഒരു റൂട്ട് റണ്ണാവും. ഇല്ലെന്നുണ്ടെങ്കിൽ ഈ ഒരു മെസ്സേജ് തിരിച്ച് യൂസർക്ക് പാസ് ചെയ്യും. അപ്പോൾ നമ്മൾ മെയിൻ ഈ ഓർഡറിലൊക്കെ വന്ന് യൂസർക്ക് കാണാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഞാൻ ഇവിടെ വന്ന് ഓർഡർ കൊടുക്കുന്നു. ഓക്കെ, എനിക്ക് വർക്കിംഗ് ആണ്, റോളില്ല, ആക്സസ് ഇല്ല. അപ്പോൾ എന്താണ് 2 തരത്തിലുള്ള മിഡിൽ വെയർ. ഒന്ന്, നമ്മൾ ഈ ഫംഗ്ഷൻ റൺ ആകുമ്പോൾ എല്ലാം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന മിഡിൽ app.useൻ്റെ അകത്ത് ഇതുപോലെ നമ്മൾ സെറ്റപ്പ് ചെയ്യുന്ന മിഡിൽ വെയർ. രണ്ടാമത്തെ, നമുക്ക് ഓരോ സ്പെസിഫിക് റൂട്ടിന് വേണ്ടി നമുക്ക് മിഡിൽ വെയർ സെറ്റപ്പ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരു കൊമേഴ്സിലാണെങ്കിൽ പോലും, അല്ലെങ്കിൽ നമുക്ക് പറയാം ഇപ്പോൾ യൂട്യൂബിൽ വേണ്ട, ഇൻസ്റ്റാഗ്രാം എടുക്കുക. യൂട്യൂബിൽ നമുക്ക് എന്താണ് ലോഗിൻ ചെയ്യാതെ കാണാൻ പറ്റും. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ എന്താണ് ഹോം പേജിൽ നമുക്ക് ലോഗിൻ ചെയ്തിട്ടല്ലേ ആക്സസ് ഉള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ സെൻറ്ററിൽ ഒരു മിഡിൽ വെയർ വെക്കും, യൂസർ ലോഗിൻ അല്ലെങ്കിൽ യൂസർ ഒതൻറ്റിക്കേഷൻ മിഡിൽ വെയർ എന്നൊരു മിഡിൽ വെയർ വെക്കും. അതായത് /post എന്ന് പറഞ്ഞ ഒരു പാത്തിലോട്ട് കോൾ ചെയ്യുമ്പോഴല്ലേ നമുക്ക് പോസ്റ്റ് എല്ലാം ഫ്രണ്ട് എൻഡിലോട്ട് വന്ന് നമ്മൾ ഡിസ്പ്ലേ ചെയ്യുന്നത്. അപ്പം ഈ പാത്തിലോട്ട് കോൾ ചെയ്യുന്ന ഒരു വ്യക്തി ലോഗിൻ ആയിരിക്കണം, ആ വ്യക്തിയുടെ ടോക്കൺ കാണണം, യൂസർ ടോക്കൺ കാണണം. ഇപ്പോൾ ടോക്കൺ എന്താണെന്നുള്ളതൊക്കെ നാളത്തെ വീഡിയോ നമ്മൾ പഠിക്കും. ഇപ്പം നിങ്ങൾ ഈ ഇത്രയും കാര്യം മനസ്സിലാക്കിയാൽ മതി. ഇപ്പോൾ യൂസർ അങ്ങനത്തെ കേസിൽ നമ്മൾ എന്ത് ചെയ്യും, ഇപ്പം നമ്മൾ പോസ്റ്റ് കാണണമെങ്കിലും കമൻറ്റ് കാണണമെങ്കിലും മെസ്സേജ് വായിക്കണമെന്നുണ്ടെങ്കിൽ നമ്മളെ പ്രൊഫൈൽ കാണണമെന്നുണ്ടെങ്കിൽ പോലും നമ്മൾ ലോഗിൻ ചെയ്തിരിക്കണം. അപ്പം ആ കേസിലെല്ലാം നമ്മൾ എന്ത് ചെയ്യും, ഒരു സിംഗിൾ മിഡിൽ വെയർ അങ്ങ് വെക്കും. യൂസർ ലോഗിൻ മിഡിൽ വെയർ എന്ന് എന്തെങ്കിലും പറഞ്ഞ് ആ മിഡിൽ വെയർ ചെക്ക് ചെയ്യും. യൂസർ ലോഗിൻ ആണോ എന്ന് ചെക്ക് ചെയ്യും. ലോഗിൻ അല്ലെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഓക്കെ യൂസർ നോട്ട് ലോഗിൻ എന്ന് പറഞ്ഞ് മെസ്സേജ് പാസ് ചെയ്യും. 401 ആയിരിക്കും ഇവിടെ മെസ്സേജ്, കാരണം ഒതൻറ്റിക്കേറ്റഡ് അല്ലല്ലോ. ഓക്കെ, അപ്പോൾ ഇത്രയുള്ള ടോപ്പിക്ക്. നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. വേണമെങ്കിൽ ഞാൻ വീഡിയോ ചെയ്യാം. ഈ ടോപ്പിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം നിങ്ങൾക്ക് മനസ്സിലായാലും ഇത് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാ പ്രൊജക്റ്റിലും നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്നതാണ് മിഡിൽ വെയർ. അതായത് ഒതൻറ്റിക്കേഷൻ നിങ്ങൾക്ക് മനസ്സിലായോ, ഒരു കൊമേഴ്സ് ആണെങ്കിൽ പോലും അഡ്മിൻ്റെ പാർട്ട് ആ ഒതൻറ്റിക്കേഷൻ ഉണ്ട്. അതിൻ്റെ യൂസറിൻ്റെ പാർട്ടിൽ ഈ പ്രൊഡക്റ്റ് ഓർഡർ ചെയ്യാനായാലും പ്രൊഡക്റ്റ് ഇപ്പം ഒരു വ്യക്തിയുടെ ഓർഡേഴ്സ് കാണുകയാണെങ്കിൽ എല്ലാം യൂസർ ലോഗിൻ ആണോ നമ്മൾ ചെക്ക് ചെയ്യണം. ലോഗിൻ അല്ലാത്ത പാർട്ടുണ്ട്, ലോഗിൻ ചെയ്ത് കാണേണ്ട പാർട്ടുണ്ട്. അപ്പോൾ അവിടെ എല്ലാം നമ്മൾ മിഡിൽ വെയറാണ് ഉപയോഗിക്കുന്നത്. അല്ലാതെ ഈ ഫംഗ്ഷൻ നമ്മൾ എപ്പോഴും കൊണ്ട് ഇങ്ങനെ ഓരോന്നിൻ്റെ അകത്ത് ഇങ്ങനെ എഴുതത്തില്ല. അതാണ് നമ്മൾ എല്ലായിടത്തും കൊണ്ട് ഇതുപോലെ എഴുതി വെക്കത്തില്ല. നമ്മൾ അതിന് പകരം മിഡിൽ വെയർ ആണ് ഉപയോഗിക്കുന്നത്. അപ്പം ഈ ടോപ്പിക്ക് നിങ്ങൾക്ക് ഞാൻ മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഒന്നും മനസ്സിലായില്ലെന്നുണ്ടെന്ന് പറഞ്ഞാൽ വീഡിയോ ഒന്നും കൂടെ ചെയ്യുന്നതാണ്, കാരണം അത് അത്ര ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടണം തോന്നുന്നുണ്ട്. അപ്പോൾ നാളെ തൊട്ടൊക്കെ ഇനി ഇതുപോലത്തെ ഒരുപാട് വീഡിയോസ് വരുന്നതാണ്, ഇനി പ്രൊജക്റ്റ് വരുന്നതാണ്. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങൾക്ക് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ കിട്ടും. നമുക്കൊരു ഡിസ്കോഡ് ചാനലുണ്ട്. നമ്മൾ യൂട്യൂബിൻ്റെ അബൌട്ട് സെക്ഷൻ്റെ അകത്ത് പോയി കഴിഞ്ഞാൽ ഡിസ്കോഡ് കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ക്ലിക്ക് ചെയ്ത്
ഇത് നമ്മളെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്ത് നിങ്ങൾക്ക് ഡൗട്ടൊക്കെ ക്ലിയർ ചെയ്യാം. ഓക്കെ, ബൈ.